ഇത് വേവുന്ന സമയം കൊണ്ട് ചെയ്യാവുന്നില്ലല്ലോ. ഉണ്ട്, അതൊക്കെ വഴിച്ചെടുക്കാം. അപ്പോൾ ഇത് വേണ്ടേ, പാൻ തന്നെ വേണ്ടേ? നമ്മുടെ പാൻ ഇവിടെ ചൂടായി കഴിഞ്ഞു. ഇനി എത്ര എണ്ണ? ഒരു 2.5 സ്പൂൺ എണ്ണ. ഒരു അരയും കൂടെ. ഇതിലേക്ക് എന്തുവാ ആദ്യം? ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വെള്ളവും ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കാം. ശകലം കൂടെ വേണം അല്ലേ? ഇതൊന്ന് വേഗം വയ്ക്കണോ? ഇതെത്ര മിനിറ്റ് വേണം ഇങ്ങനെ? ഇതൊരു 3 മിനിറ്റ് കൂടെ. 3 മിനിറ്റ് കൂടെ. അപ്പം ഇതൊരു കഥയൊന്നും നമുക്ക് പറയാം. അപ്പോഴത്തേക്ക് നമ്മൾ 3 മിനിറ്റ് ആവും. ഇതൊന്നും ആവുകയും ചെയ്യും. ആദ്യം നമ്മൾ ചെയ്ത് കുറച്ച് തണ്ണിമത്തൻ്റെ തോലെടുത്തിരുന്നു. അതിൻ്റെ പുറമേ ഉള്ള തോല്, കട്ടിയുള്ള തോല് മാറ്റിയിട്ട് ഒരു ദശഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഇളം നിറത്തിലുള്ള, അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു 2 മിനിറ്റ്. അതേ സമയത്ത് വേറൊരു പാൻ എടുത്തു. അതിലൊരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറിയപ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളകും ചേർത്തു. പിന്നെ സവാള ഇട്ടു. സവാള ഒന്ന് വഴറ്റി അതിൻ്റെ പരുവായപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കരിവേപ്പിലയും
ക്യാപ്സിക്കവും ചേർത്തു. ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് ഇളക്കി, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇത് മൂത്തൊന്ന് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി മുറിച്ചിട്ടു. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ സോയാ സോസും ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഒരു പകുതി സ്പൂൺ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി. അതൊന്ന് വഴറ്റി നല്ല പരുവായപ്പോഴത്തേക്ക് അതിന് നമ്മൾ നേരത്തെ വേവിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ തണ്ണിമത്തൻ്റെ തണ്ടിലോട്ട് ചേർത്തു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു ശകലം നേരം കൂടെ ഒന്ന് വേവാൻ വേണ്ടി വച്ച് വയ്ക്കുക. ഇനി അതൊന്ന് തിളക്കണം അല്ലേ.